ഇതിനെ ഞാൻ കാണുന്നത് രണ്ടായിട്ടാണ്. ഉണ്ണികൃഷ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാശ്ചാത്യ രാജ്യങ്ങളോട് വഴങ്ങിയല്ല ഇന്ത്യയുടെ നിലപാട് സ്വീകരിക്കേണ്ടത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ശശി തരൂർ 2022 പാർലമെൻറ്റിൽ ഉന്നയിച്ചത് അതൊരു തെറ്റായ കീഴ്വഴക്കമാണ് എന്നുള്ള രീതിയിലായിരുന്നു. അതിനെയാണ് അദ്ദേഹം ഇന്ന് തിരുത്തിയത്. അപ്പോൾ ഇന്ന് തിരുത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അന്ന് എടുത്ത നിലപാട് 2022 എടുത്ത നിലപാട് തെറ്റാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ആ രണ്ട് രാജ്യങ്ങളുമായി ഒരേ ബന്ധം നിലനിർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതോടൊപ്പം തന്നെ ഒരു രാജ്യവുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് അത്ര ഒരു രാജ്യമായിട്ട് കരാർ ഏർപ്പെടുകയും അവിടെ നിന്ന് എണ്ണ വാങ്ങാൻ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ അതേ സമ്പ്രദായത്തോടു കൂടി മറ്റേ രാജ്യത്തോട് സൗഹൃദം നിലനിർത്തുക അത്ര എളുപ്പമുള്ള കാര്യമില്ല. ആ കാര്യത്തിനകത്ത് മോദി വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാര്യം അത് മോഡിയെ കുറിച്ചിട്ടുള്ളതല്ല, നമ്മുടെ ഇന്ത്യയുടെ നിലപാട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ കാര്യം. ആ കാര്യത്തിൻ്റെ അകത്ത് ഒരു വിദേശ ഡെലിഗേഷൻ അടക്കമുള്ള ഒരു സംവാദ വേദിയിൽ അദ്ദേഹം പറയുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. അദ്ദേഹം അത് പറയുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രീയ വേദിയിലല്ല, അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ നിലപാട് എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു ഇന്ത്യക്കാരനായ ആൾ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി അനുകൂലമായ ഒരു കാര്യം പറയരുത് എന്നുള്ളൊരു നിലപാടും എനിക്കില്ല.